ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, സാവൂളിനെ പൗലോസാക്കി മാറ്റിയ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം നടത്തുക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 7-ാമത്തെ അധ്യായം 54 മുതൽ 60 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഒരു കൊച്ചു സംഭവം കാണുന്നുണ്ട്. സ്തേഫാനോസ് വലിയ ഉത്സാഹത്തോടെ കർത്താവിന് സാക്ഷ്യം വഹിച്ചിട്ട് വചനപ്രഘോഷണം നടത്തുകയാണ്. ഇങ്ങനെ വചനപ്രഘോഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പം അത് ശ്രവിച്ചിരുന്ന സഹോദരങ്ങൾ വലിയ അരിശത്തോടെ സ്തേഫാനോസിൻ്റെ മുൻപിലേക്ക് വരികയാണ്. വചനത്തിൽ ഇങ്ങനെയാണ് പറയുക, അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. അത്രയും അരിശം കൊണ്ട് അവർ നിറയാണ്. പക്ഷേ വചനം പങ്കുവെച്ച സ്തേഫാനോസ് ഇതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആര് അടുത്തേക്ക് വരുന്നു, ആര് എങ്ങനെ പ്രതികരിക്കുന്നു, ഇത് സ്തേഫാനോസിന് വിഷയമല്ല. സ്തേഫാനോസ് ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം സ്തേഫാനോസിന് ലഭിക്കുകയാണ്. ചുറ്റുമുള്ളവരെ കാണാനുള്ള ഭാഗ്യമല്ല. അതിൽ നിന്നൊക്കെ മുൻപിലേക്ക് നടന്നിട്ട് നമ്മുടെ സ്തേഫാനോസ് കാണുന്നത് യേശു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതാണ്. വലിയ ഒരു സ്വർഗീയ ദർശനം സ്വന്തമാക്കുകയാണ് സ്തേഫാനോസ്. ചുറ്റുമുള്ളവരും വധിക്കാൻ ആലോചിക്കുന്നു, ഏത് വിധേനയും പീഡിപ്പിക്കാൻ ഒരുങ്ങുന്നു. അവരെല്ലാവരും ഒറ്റ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് സ്തേഫാനോസിനെ പീഡിപ്പിക്കാൻ തയ്യാറാവുകയാണ്. സ്തേഫാനോസിൻ്റെ ശ്രദ്ധ ദൈവത്തിൽ മാത്രം. ഇവർ അല്പം പോലും പുറകോട്ട് പോയില്ല. ഇവർ ഒരേ സ്വരത്തിൽ വധിക്കാൻ തന്നെ തീരുമാനമെടുക്കുന്നു. കല്ലെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കല്ലുകൾ വന്ന് ശരീരത്തിൽ പതിക്കുന്ന സമയം സ്തേഫാനോസ് ഒരു കാര്യം ചെയ്തു. മുട്ടുകുത്തി നിന്ന് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. തുടർന്ന് 60-ാമത്തെ വചനം ഇങ്ങനെ പറയും, അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. അവസാനത്തെ പ്രാർത്ഥനയാണ്. കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞതിന് ശേഷം സ്തേഫാനോസിൻ്റെ അധരങ്ങളിൽ നിന്നും വരുന്ന പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥന, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. വേറെ ഒന്നും പറയാൻ സ്തേഫാനോസിന് സാധിച്ചില്ല. വേറെ ഒന്നും പറയേണ്ടി വന്നില്ല. ഒറ്റ ഒരു പ്രാർത്ഥന, അത് സ്വർഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. വളരെ എളുപ്പത്തിൽ ആ വാക്കുകൾ സ്വർഗത്തിലേക്ക് എത്തപ്പെടുകയായിരുന്നു. നമുക്കറിയാം, അതിനു മുൻപ് സ്തേഫാനോസിനെ കല്ലെറിയാൻ ഒരുപാട് പേര് വന്നപ്പോൾ അവരുടെയൊക്കെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ട് നിന്നിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ സാവൂള്. അവരുടെയൊക്കെ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. സാവൂളായിരുന്നു പലരെയും പ്രേരിപ്പിച്ച് ക്രിസ്ത്യാനികളെ വധിക്കാനും അവർക്കെതിരെ സ്വരമുയർത്താനും അവരെ ഇല്ലാതെയാക്കാനും ഒക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതും അവർക്കെതിരെ സ്വരമുയർത്തുന്നതും അവരെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്നതും ഒക്കെ ആയിരുന്നു നമ്മുടെ സാവൂളിൻ്റെ അധ്വാനം. സാവൂളിൻ്റെ പ്രവർത്തന മണ്ഡലം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സാവൂള്, വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ട് ആ ഭാഗത്ത് മാറി നിന്നിരുന്ന ഈ സാവൂള് അധികം നാൾ വൈകിയില്ല, വലിയ ഒരു മാനസാന്തരത്തിലേക്ക് കർത്താവ് നയിക്കുകയാണ്. അതുവരെയും ക്രിസ്തു ആരാണെന്ന് നമ്മുടെ സാവൂൾ അറിഞ്ഞിട്ടില്ല. അതുവരെയും ക്രിസ്തുവിൻ്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മുടെ സാവൂൾ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൊല്ലുവാൻ, ഇല്ലാതെയാക്കാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു നമ്മുടെ സാവൂളിൻ്റേത്. വസ്ത്രം സൂക്ഷിപ്പുകാരനായി മാറി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും വിലയിരുത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരത്തിലുള്ള നീച പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത സാവൂള് വലിയ മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കാൻ അധികം നാൾ വേണ്ടി വന്നില്ല. ഒരൊറ്റയൊരു പ്രാർത്ഥന, സ്തേഫാനോസിന്റെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. മുട്ടുകുത്തി നിന്നിട്ട് വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുട്ടുകുത്തി നിൽക്കാൻ ആ സമയത്ത് ശരീരത്തിൽ കല്ലുകൾ വന്ന് വീഴുമ്പോൾ മുട്ടുകുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അത്രയും ഓർമ്മ കിട്ടുകയില്ല. അത്രയേറെ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സഹിക്കുന്ന അല്ലെങ്കിൽ വേദന സഹിക്കുന്ന ഒരു സാഹചര്യമാണ്.
ഞാൻ മരിക്കാൻ പോവാണ്, എന്നെ കൊല്ലുന്നു, എൻ്റെ ജീവിതം ഇല്ലാതെയാക്കുന്നു, ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഗിഫ്റ്റാണ്, വലിയൊരു ദാനമാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ. നമ്മുടെ സ്തേഫാനോസ് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയർത്തിയത് കർത്താവ് മാനിച്ചു, ആ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചു, ആ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു സാവൂളിന്റെ മാനസാന്തരം. അധികം നാൾ വേണ്ടി വന്നില്ല, സാവൂള് വലിയ മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്ര നാളും ഏത് രീതിയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നുവോ അതിൻ്റെ ഇരട്ടി തീക്ഷ്ണതയോടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി നിലകൊള്ളാൻ, ക്രിസ്തുവിലേക്ക് അനേകരെ നയിക്കാൻ ശക്തമായ ഒരു ഉപകരണമായി മാറുകയായിരുന്നു നമ്മുടെ സാവൂള്. പൗലോസ് എന്ന അപരനാമം സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഓടാൻ തുടങ്ങി. എത്ര ഞെരുക്കങ്ങൾ വന്നിട്ടും എത്ര കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടും പൗലോസ് പുറകോട്ടേക്ക് പിന്നെ പോയിട്ടില്ല. പിന്നെ ഒരല്പം പോലും ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഈ പൗലോസിന്റെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പൗലോസ് ശ്ലീഹ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എന്ത് ധൈര്യമായിട്ടാ പറയണത്, എന്ത് സന്തോഷമായിട്ടാ പറയണത്. ഞാനല്ല, ക്രിസ്തുവാ എന്നിൽ ജീവിക്കുന്നത്. ശരീരം മുഴുവൻ, മനസ്സ് മുഴുവൻ, ആത്മാവ് മുഴുവൻ ക്രിസ്തുവിന് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്ന, ക്രിസ്തുവിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്ന ഒരു ജീവിതം. എത്ര ത്യാഗങ്ങളുടെ ഇടയിലും ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ക്രിസ്തുവിന്റെ നാമമഹത്വപ്പെടാൻ എത്ര കഠിന അധ്വാനം ചെയ്യേണ്ടി വന്നാലും അതിനു വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിവെച്ച ഒരു സ്ലീഹായെ നമ്മൾ കാണുകയാണ്. പൗലോസ് ശ്ലീഹ നമുക്കൊക്കെ മാതൃക. പൗലോസ് ശ്ലീഹ എല്ലാ സമയവും നമ്മുടെ കൂടെ, നമുക്ക് വലിയൊരു മാതൃകയായി, നമുക്ക് വലിയൊരു വെല്ലുവിളി എന്ന പോലെ തന്നെ നമ്മുടെ മുൻപിലുണ്ട്. പൗലോസ് ശ്ലീഹായുടെ ജീവിതം ഒറ്റ ഒരു പ്രാർത്ഥനയെ അങ്ങനെ ആക്കി മാറ്റിയത്. ഒറ്റ ഒരു പ്രാർത്ഥന, കർത്താവേ ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഒരു രക്തസാക്ഷി ആവശ്യമായിരുന്നു സാവൂളിനെ പൗലോസാക്കാൻ. ഒരു രക്തസാക്ഷിത്വം വരിക്കാൻ ഒരു വ്യക്തിയുടെ ജീവിതം ആവശ്യമായിരുന്നു സാവൂള് പൗലോസായിട്ട് മാറാൻ. ഓർക്കുന്നില്ലേ നമ്മുടെ അലക്സാണ്ടർ മാറിയത്? മരിയ ഗൊരേത്തി കൊച്ചു പ്രായത്തിൽ പാപം ചെയ്യാൻ പ്രേരണയുണ്ടായപ്പോൾ, വലിയ പ്രലോഭനവുമായിട്ട് അലക്സാണ്ടർ വന്നപ്പോൾ മരിയ ഗൊരേത്തി വലിയ സ്നേഹത്തോടു കൂടെ പറഞ്ഞു, പറ്റത്തില്ല, ഇത് പാപമാണ്, വേണ്ട. പക്ഷെ സമ്മതിച്ചില്ല. ആ സമ്മതിക്കാത്തതിന്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ടി വന്നു, അവളുടെ ജീവിതം പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. വലിയ ഒരു രക്തസാക്ഷിത്വം മരിയ ഗൊരേത്തി അവിടെ സ്വീകരിക്കുകയാണ്. അവളും കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ അലക്സാണ്ടറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, അലക്സാണ്ടറിന്റെ പാപം അവനോട് പൊറുക്കണം, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. കേട്ടില്ലേ കർത്താവ്? അലക്സാണ്ടർ സ്വർഗത്തിലേക്ക് പോയില്ലേ? മാനസാന്തരപ്പെട്ടില്ലേ? പാപം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അനുതപിച്ചേറ്റ് പറയാൻ അലക്സാണ്ടറിന് കഴിഞ്ഞില്ലേ? ഇന്ന് നമ്മുടെയൊക്കെ നടുവില്, നമ്മുടെയൊക്കെ ഇടയില്, നമ്മുടെയൊക്കെ കുടുംബങ്ങളില്, നമ്മുടെയൊക്കെ ഇടങ്ങളില്, ദേശങ്ങളില് അനേകം സാവൂളുമാര്, അനേകം അലക്സാണ്ടർമാര് ഇന്നുമുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? നമ്മളൊക്കെ എത്ര ദിവസങ്ങളിൽ, എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു എത്രയോ സാവൂളുമാരെ. അവരെ കാണുമ്പോൾ വഴി മാറിപ്പോവുകയല്ല, അവരെ കാണുമ്പം കണ്ടില്ല എന്ന് വെക്കുകയല്ല, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ കരുതുകയല്ല. മറിച്ച് ഈ അലക്സാണ്ടറിനെ വിശുദ്ധനാക്കാൻ, ഈ സാവൂളിനെ പൗലോസാക്കി മാറ്റാൻ സഹോദരങ്ങൾ കാണിച്ച ധീരതയും അവരുടെ പ്രാർത്ഥനയും, സ്വർഗത്തിലേക്ക് എത്തുവോളമുള്ള അവരുടെ പ്രാർത്ഥനയൊക്കെ ഇന്ന് നമ്മൾ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമാകാതെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ സാവൂളുമാർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ, അലക്സാണ്ടർമാരൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ ഒറ്റ കാരണം എന്താണെന്നറിയാവോ? അനുഗ്രഹിച്ച് പ്രാർത്ഥനയായി നമ്മുടെ നിലവിളി മാറാത്തത് കൊണ്ട്, അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥനയായി നമ്മുടെ നിലവിളി മാറാത്തത് കൊണ്ട് നമ്മുടെ ഇടയിലുള്ള സാവൂളുമാരും നമ്മുടെ കൂട്ടത്തിലുള്ള അലക്സാണ്ടർമാരൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയായി നിലവിളികൾ മാറണം. നമ്മുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് നീ പ്രാർത്ഥനകൾ ഉയർത്തുന്നു എങ്കിൽ അത് അനുഗ്രഹിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. വേദനിപ്പിച്ചവരെ, നമുക്കെതിരെ നിൽക്കുന്നവരെ, നമ്മെ പീഡിപ്പിക്കുന്നവരെ, നമുക്കെതിരെ അപവാദം പറയുന്നവരെ, നമ്മളെ തള്ളിക്കളയുന്നവരെ ആരുമാകട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നീ അനുഗ്രഹിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന ആരോപിക്കരുത് കേട്ടോ. ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന, അധികം വേണ്ടാന്ന്, അധികം മണിക്കൂറുകൾ വേണ്ട, ഒരൊറ്റയൊരു പ്രാർത്ഥന. സഹോദര സഹോദരി, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക്, നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ സാവൂളുമാര് പൗലോസായിട്ട് മാറും. ഒരു സംശയവും വേണ്ട. സാവൂളുമാര് പൗലോസായിട്ട് മാറുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാനൊരു ഭാഗ്യം നല്ല ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു 5-ാമത്തെ അധ്യായം 44-45 തിരുവചനങ്ങളിൽ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും.
ശത്രുക്കളെ സ്നേഹിക്കുന്നവരും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ. അങ്ങനെയുള്ളവർക്ക് പിതാവിൻ്റെ മകൻ, മകൾ എന്നൊക്കെ വിളിക്കപ്പെടാനുള്ള യോഗ്യതയുള്ളൂ. സ്നേഹത്തിൻ്റെ ഒരു നിറവിൽ നിന്നാണ് പ്രാർത്ഥന ഉയരുക. ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു പോകും. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്ന് കരുതിയാലും സ്നേഹത്തിൻ്റെ ആ തള്ളല്, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സ്നേഹം നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചിരിക്കും. അതെങ്ങനെ പീഡിപ്പിക്കുന്നവർക്കാണെങ്കിൽ കൂടി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും, ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു നിറവുണ്ടെങ്കിൽ. ആര് നമ്മളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ വന്നാലും, ആര് നമ്മളെ എങ്ങനെ തകർക്കാൻ വന്നാലും, സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു വ്യക്തിത്വമാണെങ്കിൽ, സ്നേഹത്തിൻ്റെ നിറവുള്ള ഒരു ജീവിതമാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. ഈശോ ഈ ഭൂമിയിൽ വന്നിട്ട് സ്നേഹിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത്. ഉള്ളിൽ നിറച്ചു വെച്ച സ്നേഹം ജീവിതത്തിൽ മുഴുവനും നമുക്ക് കാണിച്ചു തന്നിട്ട്, എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ട് ഈശോ സ്നേഹത്തിനൊരു പുതിയ നിർവചനം കൊടുക്കുകയാണ്. ലോകം മുഴുവൻ ദർശിച്ചിട്ടുണ്ട് ഈശോ എങ്ങനെയാ സ്നേഹിച്ചതെന്ന്, കണ്ടിട്ടുണ്ട് എങ്ങനെയാ ഈശോ സ്നേഹിച്ചതെന്ന്, കേട്ടിട്ടുണ്ട് ഈശോ എങ്ങനെയാ സ്നേഹിച്ചതെന്ന്, അനുഭവിച്ചിട്ടുണ്ട് ഈശോയുടെ സ്നേഹം. പ്രിയമുള്ള സഹോദരങ്ങളെ, ശത്രുക്കളെ കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മനസ്സ്. അനുഗ്രഹിക്കുന്നവരെ മാത്രമല്ല, കൂടെ നടക്കുന്നവരെ മാത്രമല്ല, നമ്മുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് പോകുന്നവരെ മാത്രമല്ല, നമ്മളോട് ഇഷ്ടമില്ലാത്തവരെയും നമുക്കെതിരെ പറഞ്ഞ് പരത്തുന്നവരെയും, അപവാദങ്ങൾ പറയുന്നവര്, തെറ്റിദ്ധാരണ വച്ച് പുലർത്തുന്നവര്, മറ്റു മനസ്സുകളിൽ നമ്മെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നവര്, എന്തുമാകട്ടെ ആരുമാകട്ടെ എല്ലാവരെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ, സ്നേഹിക്കാൻ അങ്ങനെ കഴിയുന്നവർക്കാണ് ക്രിസ്തുവിൻ്റെ ഈ ശൈലി സ്വന്തമാക്കാൻ കഴിയുക. അങ്ങനെ സ്നേഹിക്കാൻ, ക്രിസ്തു സ്നേഹിച്ച പോലെ ക്രിസ്തുവിൻ്റെ ശൈലി ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്കാണ് ഈശോ കാൽവരിയിൽ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ ഇവരോട് ക്ഷമിക്കണേ, ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്കറിയത്തില്ല. എളുപ്പമല്ലായിരുന്നു അങ്ങനെ ഒരു പ്രാർത്ഥന. കുരിശിൽ കിടന്നിട്ട് ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ അല്പം പോലും എളുപ്പമല്ല. ഒരു ഇച്ചിരി വെള്ളം ചോദിച്ചിട്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ, ശരീരത്തിൽ ഒരല്പം പോലും രക്തമില്ലാതെ, മുഴുവനും ശരീരം തകർക്കപ്പെട്ടിട്ട് അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപ് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ, പിതാവേ ഇവരോട് ക്ഷമിക്കണേ. ആർക്ക് കഴിയും അങ്ങനെ പ്രാർത്ഥിക്കാൻ? ആർക്ക് പറ്റും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? ഈശോ ദൈവപുത്രനായിരുന്നു. ഈശോയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഈശോയോടൊപ്പം മുന്നോട്ട് നീങ്ങുന്ന നമുക്ക് ഇതേ കൃപ ഈശോ തരും, ധാരാളം തരും, ധാരാളം തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് ക്ഷമ തരണേന്ന്, എനിക്ക് ക്ഷമ തരണേന്ന്. ഞാൻ പറഞ്ഞു തരും, ക്ഷമിക്കാൻ അങ്ങനെ ഒരു പുണ്യം കർത്താവ് ഇങ്ങോട്ട് കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് പോലെ വെച്ച് തരികയല്ല ചെയ്യുക, മറിച്ച് ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ധാരാളം നമുക്ക് തരും. ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ധാരാളം തന്നിട്ട് ആ അവസ്ഥയെ, ആ അന്തരീക്ഷത്തെ, ആ സാഹചര്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈശോ പറഞ്ഞു തരും, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. മോളെ ഇങ്ങനെ ചെയ്യ്, മോളെ നീ ഇങ്ങനെ പറ, മോളെ നീ ഇന്ന വഴിയിലൂടെ ചിന്തിക്കുക, നീ ഇന്ന കാര്യം തീരുമാനം എടുക്കുക. ഈശോ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു തരും. ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഒരുക്കി തന്നിട്ടാണ് ക്ഷമ എന്ന പുണ്യത്തിൽ നമ്മളെ വളർത്തുക. അല്ലാതെ ക്ഷമ എന്ന പുണ്യം ഇങ്ങോട്ട് ബാഗ് കണക്ക്, ഒരു ബോക്സ് കണക്ക് ഇങ്ങോട്ട് തരികയല്ല, അങ്ങനെയല്ല ചെയ്യുക. ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ധാരാളം. ക്ഷമ എന്ന പുണ്യത്തിൽ വളരാൻ നീ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണെങ്കിൽ ഉറപ്പിച്ചോ, ഇന്ന് മുതൽ ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ധാരാളം കർത്താവ് തരും. അത് ഏറ്റവും അധികം നിനക്ക് അവസരങ്ങൾ കിട്ടുക നിന്റെ സ്വന്തം ഭവനത്തിൽ തന്നെയാണ്. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളിൽ നിന്നാണ് നിനക്ക് ക്ഷമിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സംഭാവനയായിട്ട് കിട്ടുക. അപ്പം ഇങ്ങനെ അവസരങ്ങൾ ഒത്തു കിട്ടുമ്പോൾ ഈശോ പ്രാർത്ഥിച്ച പോലെ തന്നെ, പിതാവേ ഇവരോട് ക്ഷമിക്കണേ, പിതാവേ ഇവരോട് ക്ഷമിക്കണം, ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ പ്രാർത്ഥനയാ ഈശോ ആക്കി മാറ്റിയത്, അല്ലേ? സത്യമല്ലേ? ആ പ്രാർത്ഥന ഇത്രയും വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നമ്മൾ മറന്നിട്ടുണ്ടോ? ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും നമ്മുടെ മനസ്സിലേക്ക് പതിയുമ്പോൾ, ആ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലേക്ക് നമ്മൾ അയവിറക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ തന്നെ കീറി മുറിക്കുന്നില്ലേ? പറ്റുന്നില്ലല്ലോ ഈശോയെ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ, ഓർത്തിട്ടില്ലേ? എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് നീ മനസ്സിൽ കരുതിയിട്ടില്ലേ? നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നിന്നെ മുറിപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് മനസ്സ് തുറന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പാണ് നിന്നെ പീഡിപ്പിച്ചവര്, നിന്നെ മുറിപ്പെടുത്തിയവര് അധികം വൈകാതെ ക്രിസ്തുവിനെ അറിയും, അധികം വൈകാതെ ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരും. അവരൊരിക്കലും നിന്നിൽ നിന്ന് മാറിപ്പോകത്തില്ല. അവരൊരിക്കലും ക്രിസ്തുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഇടവരത്തില്ല. നമ്മളെക്കാളും തീക്ഷ്ണതയിൽ അവർ വരുന്ന കാണാം. നമ്മൾ എങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി സ്നേഹത്തിൽ അവർ വരുന്നത് കാണാൻ പറ്റും. നമ്മൾ അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, അവർക്ക് വേണ്ടിയിട്ട് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനകൾ ഉയർത്താൻ നിന്റെ അധരങ്ങൾ തുറക്കണം.
നിന്റെ അധരങ്ങള്, നിന്റെ നാവിന് ഒരു പുതിയ അഭിഷേകം വേണം നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. സാധാരണ ഒരു മാനുഷികമായിട്ടുള്ള നിലവാരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇതൊരു ദൈവിക ഭാവമാണ്, ഇതൊരു ദൈവിക സ്വഭാവമാണ്. സ്നേഹത്തിന്റെ വളർച്ചയാണ് നമ്മളെ ദൈവ സ്വഭാവത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ദൈവ സ്വഭാവം വളരുന്നതനുസരിച്ച് എന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് എളുപ്പമുണ്ട്. എന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് കർത്താവെ അനുഗ്രഹിക്കണേന്ന് എൻ്റെ അധരങ്ങളിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്. നാവിൻ്റെ അഭിഷേകം, നാവിൻ്റെ അഭിഷേകം. എന്തേറെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പറഞ്ഞു കൂട്ടണത്, സത്യമല്ലേ? പറയുന്ന വാക്കുകൾക്കൊക്കെ അഭിഷേകമുണ്ടോ? പറയുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ആശ്വാസം, സ്നേഹം, സന്തോഷം കൊടുക്കുന്ന രീതിയിലാണോ? അല്ലേ? അല്ലെങ്കിൽ എവിടെയാ പാളിപ്പോയത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഈ നാവിൻ്റെ അഭിഷേകം തരണേന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകം അങ്ങ് കിട്ടിയാലുണ്ടല്ലോ, വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് സ്വന്തം അമ്മയാകാം, സ്വന്തം അപ്പച്ചനാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം. എത്ര പേരാ ഇന്ന് കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ടല്ലേ മനസ്സ് മുറിയണത്, കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ടല്ലേ സങ്കടപ്പെട്ടിട്ട് മാറി നടക്കണത്, സങ്കടപ്പെട്ടിട്ട് അകന്നു നിൽക്കുന്നത്, ചില കൂട്ടായ്മകളോട് ചേർന്ന് നിൽക്കാതെ ചില സംഘടനകളിൽ നിന്ന് മാറി നിൽക്കുന്നതും, സഭയോട്, സഭാ ശുശ്രൂഷകളോട്, സഭാ ശുശ്രൂഷകരോട്, വീട്ടുകാരോട്, പ്രിയപ്പെട്ടവരോടൊക്കെ അകന്ന് മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടൊക്കെ മാറിപ്പോകുന്നതിൻ്റെ കാരണം ചെറിയ കാരണങ്ങളല്ലേ, ചെറിയ പ്രശ്നങ്ങളല്ലേ? ഒന്ന് ഓർത്ത് നോക്ക്. വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിസ്സാര കാര്യങ്ങൾ. അത് പിന്നെ അങ്ങ് ഊതി വീർപ്പിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാവുന്നു. സത്യമല്ലേ ഞാൻ പറയണത്? പ്രിയമുള്ള സഹോദരങ്ങളെ, നാവിനൊരു അഭിഷേകം ഉണ്ടെങ്കിൽ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവേ ഈ പാപം ഇവരുടെ മേലെ ആരോപിക്കരുതേ. അറിയത്തില്ലാത്തതുകൊണ്ടാട്ടോ ഇവരിങ്ങനെ പറയണത്. ഇവർക്കറിയില്ല സത്യം എന്താണെന്ന് അറിയത്തില്ല, ക്രിസ്തു ആരാന്ന് അറിയത്തില്ല, ക്രിസ്തുവിന്റെ സ്നേഹം എന്താന്ന് ഇവർക്കറിയില്ല കർത്താവേ. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയണത്. അവർക്ക് വേണ്ടി ന്യായീകരിക്കുക, അവരുടെ സൈഡ് നിൽക്കുക, അവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇതാ ക്രിസ്തുവിന്റെ ശൈലി, ഇതാ ക്രിസ്തുവിന്റെ ശൈലി. ഇത് ദൈവ സ്വഭാവമുള്ളവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിന്റെ നിലവിളി സ്വർഗത്തിലെത്തും. ഉറപ്പ്. നിന്റെ ചുറ്റിലുമുള്ള സാവൂളുമാര് ഈ ദിവസങ്ങളിൽ പൗലോസായിട്ട് മാറുന്നത് നിനക്ക് കാണാൻ കഴിയും. ഒരു സംശയവും വേണ്ട. നമ്മുടെ പ്രാർത്ഥനകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാ എൻ്റെ പ്രാർത്ഥന? വെറുതെ അധര വ്യായാമമാണോ? വെറുതെ ഒച്ചയുണ്ടാക്കുന്നതാണോ? സമയം 1 മണിക്കൂർ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഞാൻ ഇരിക്കുകയാണ്. കുറച്ചു നേരം ബൈബിൾ വായിച്ചു, കുറച്ചു നേരം കൊന്ത ചൊല്ലി, കുറച്ചു നേരം കരുണക്കൊന്ത ചൊല്ലി, പിന്നെ ഗുരുജിൻ്റെ വഴിയൊക്കെ നടത്തി, പിന്നെ കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിലും വേദനിപ്പിച്ചവരോടുള്ള നമ്മുടെ മനോഭാവം, നമ്മളെ അകറ്റി നിർത്തിയവരോടുള്ള നമ്മുടെ മനോഭാവം ഒരല്പം പോലും മാറിയിട്ടില്ല എങ്കിൽ ഈ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവോ? ഈ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവോ? സംശയമുണ്ട് എനിക്ക്. സ്വർഗത്തിലെത്തുവോ? അറിയത്തില്ല കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കുന്നതിന് മുൻപ് ഒരാളോട് പോലും ഒരു ചെറിയ രീതിയിൽ പോലും ഒരകൽച്ച വേണ്ട കേട്ടോ. നീ കരുണക്കൊന്ത ചെല്ലുമ്പോൾ നീ മുട്ടുകുത്തി നിന്നിട്ട് കൈകൾ വിരിച്ചു പിടിച്ചിട്ട് ഈശോയുടെ ഓരോ മുറിവുകളെയും ധ്യാനിച്ചിട്ട്, ഈശോയുടെ ശിരസിലുണ്ടായ മുറിവ് അത് ഓർക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണ് നിറയും. ഒരു പക്ഷേ ഈശോയുടെ ചങ്കിലെ മുറിവ് കാണാൻ പറ്റുമോ? ആ മുറിവ് അത് കാണാനുള്ള ശക്തി പോലും നിനക്കില്ലല്ലോ. ഈശോയുടെ കൈക്കാലുകളിലെ മുറിവുകൾ, 1 ഇഞ്ച് സ്ഥലം ബാക്കിയുണ്ടോ അടി കിട്ടാത്തത്? അത്രയേറെ ശരീരം തകർക്കപ്പെട്ടിട്ടില്ലേ? അത് മുഴുവനും നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക? അത്രയേറെ പീഡ ഈശോ സഹിച്ചിട്ടുണ്ട്. ആ മുറിവുകളൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഓർക്കണം, നീ ഈശോയെ മാത്രമല്ല ആ സമയം കാണുക, നിനക്ക് വേണ്ടിയിട്ട് മാറി നിന്നിട്ട്, ഒരു പക്ഷെ നിന്നെ കാണാൻ ഇഷ്ടപ്പെടാത്ത, നിന്റെ സ്വരം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, നിന്നെ അനുഗ്രഹിക്കാൻ പറ്റാത്ത, നിന്നെ സദാസമയവും ശപിച്ച് തള്ളുന്ന, നിന്റെ വഴിയിൽ മാർഗ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന, നിന്റെ പദ്ധതികൾ മുഴുവനും മറിച്ചിടുന്ന ഒരു വ്യക്തിത്വം അപ്പുറത്ത് നിന്നിട്ട്, വാതിലിൻ്റെ പുറത്ത് നിന്നിട്ട്, സഹോദര സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? എന്നെ അനുഗ്രഹിക്കുവോ? എൻ്റെ കാര്യം കർത്താവിനോട് പറയുവോ? അങ്ങനെ പറയുന്ന ഒരു മകനും മകളും നിന്റെ വാതിലിൻ്റെ പുറത്ത്, നിന്റെ ഹൃദയമാകുന്ന വാതിലിൻ്റെ പുറത്ത് നിന്റെ ഒരു കരുണയ്ക്ക് വേണ്ടിയിട്ട്, നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽപ്പുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കുന്നത് കൊണ്ടും, നീ ബൈബിൾ വായിക്കുന്നത് കൊണ്ടും, നീ കരുണക്കൊന്ത ചൊല്ലുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്നെ മുറിപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവേ ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. സ്തെഫാനോസ് അങ്ങനെയാ പറഞ്ഞത്, അങ്ങനെയാ പ്രാർത്ഥിച്ചത്. നീണ്ട പ്രാർത്ഥനയല്ലായിരുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ സ്തെഫാനോസിന് പറ്റിയിട്ടില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. ഒരൊറ്റ നിമിഷം കല്ലുകൾ ശരീരത്തിൽ വന്ന് വീഴുമ്പോൾ
ആ വേദനകളുടെ നടുവിൽ അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപ് ഒറ്റ പ്രാർത്ഥന മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു. അങ്ങനെയാണ് നമ്മൾ കാണുക. സ്തേഫാനോസിന്റെ പ്രാർത്ഥന സാവൂളിനെ പൗലോസാക്കിയെങ്കിൽ നമുക്കൊക്കെ ഓരോ ദിവസവും എത്ര സാവൂളുമാരെ മാറ്റാം. സത്യമല്ലേ? എത്ര സാവൂളുമാരെ നമ്മൾ കാണുന്നത്? സ്തേഫാനോസ് ഒറ്റ സാവൂളിനെ കണ്ടിട്ടുള്ളൂ. നമ്മൾ എത്ര സാവൂളുമാരെ ഓരോ ദിവസവും കാണുന്നു. ഒരു സാവൂളിനെ നേരെയാക്കി പൗലോസാക്കി, ഇതാ വരുന്നു അടുത്ത സാവൂള്, അതിലും ഗംഭീരമായ സ്വരത്തോടെ. സത്യമല്ലേ? ഒരു പ്രശ്നം തീരുമ്പോഴേക്കും അടുത്ത ആൾ വന്നു കഴിഞ്ഞു, പുതിയ പ്ലാനുകളായി, പുതിയ പദ്ധതികളായി. തളർന്നു വീഴല്ല്. പ്രാർത്ഥന പുറകോട്ട് കൊണ്ടുപോകല്ല്. നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കേഴുന്ന, നിന്റെ ഒരല്പം ദയ, ഒരല്പം കാരുണ്യത്തിന് വേണ്ടി കരയുന്ന അനേകരും നിന്റെ ചുറ്റിലും ഉണ്ടെന്ന് നീ ഓർക്കണം. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഭാര്യ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ആദ്യം സംസാരിക്കണം, ഭർത്താവിനെ പിന്നെ കണ്ടാൽ മതി. ഓക്കെ, റൈറ്റ്. ഭാര്യ ഇരിക്കുക. അങ്ങനെ ഈ സഹോദരി എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ ഭർത്താവ് വേദപാഠം പഠിപ്പിക്കുന്നതിൽ കുറേ അധികം വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യണ ഒരു മനുഷ്യനാണ്. നല്ലൊരു ഭർത്താവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മകനാണ്. ഞാൻ എൻ്റെ ജീവൻ മുഴുവൻ കൊടുത്തിട്ടുണ്ട്, ജീവിതം കൊടുത്തിട്ടുണ്ട്. ഇത്ര നാളും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് കുടുംബത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഈ നാളുകളിൽ എനിക്ക് വലിയ വേദനയുണ്ട്. എൻ്റെ മനസ്സിൽ മുഴുവനും സങ്കടമാണ്. എന്നും പ്രാർത്ഥിച്ചിരുന്നൊരു മകനാണ്. കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥനയില്ല. കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥന ശേഷം ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? എന്തിനാ എത്ര വിഷമം? എന്തിനാ സങ്കടപ്പെടുന്നത്? ഉടനെ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് തെറ്റായ ഒരു ബന്ധം ഞാനത് കണ്ടുപിടിച്ചു. ഒരിക്കലും അങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ മനസ്സിലായി ഇത് തെറ്റാണ്, ഇങ്ങനൊരു സംഭവം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചോദിച്ചപ്പം സത്യമാണെന്ന് തെളിഞ്ഞു, പറഞ്ഞു, അംഗീകരിച്ചു, അത് തിരുത്താൻ തയ്യാറായി. പിന്നെ ഒരിക്കലും ആ വഴിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഫ്രീ അല്ല സിസ്റ്ററെ. എൻ്റെ മനസ്സിൽ സങ്കടം. എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് എന്നെ വഞ്ചിച്ചില്ലേ, എന്നെ പറ്റിച്ചില്ലേ? ഞാൻ ഇത്ര നാളും നിസ്വാർത്ഥമായി ഒരു നല്ല വാക്കും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം ഒന്നും പ്രതീക്ഷിക്കാതെ, രാവേത് പകലേത്, അധ്വാനമോ വിശ്രമോ ഇതൊന്നും പരിഗണിക്കാതെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വേദനയുണ്ട് സിസ്റ്ററെ. കുറേ ഇരുന്ന് കരഞ്ഞു പാവം. ഞാൻ പറഞ്ഞു, ഈശോ ക്ഷമിച്ച പോലെ നമുക്ക് ക്ഷമിക്കാം. ഈശോ അതല്ലേ പറഞ്ഞത്, നമുക്ക് ക്ഷമിക്കാം. ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. അദ്ദേഹം മാറിയില്ലേ, വഴിയൊക്കെ മാറിയില്ലേ, തിരിച്ചു വന്നില്ലേ, കുമ്പസാരിച്ചില്ലേ, പാപമേറ്റ് പറഞ്ഞില്ലേ, ഇനി നമുക്ക് ക്ഷമിച്ചുകൂടെ? ഈശോയെ നമ്മൾ അനുഗമിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കണ്ടേ? കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കുറേ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കുക. കരുണക്കൊന്ത ചൊല്ലുമ്പോൾ മുട്ടുകുത്തിയിട്ട് കൈ വിരിച്ച് പിടിച്ചിട്ട് ഈശോയുടെ ഓരോ മുറിവും ധ്യാനിക്കണം. ഓരോ മുറിവും ഈശോയുടെ ചങ്കിലെ മുറിവ് അതങ്ങ് ആദ്യം കാണുക. ആ മുറിവിലേക്ക് ഭാര്യ ഭർത്താവ് നിങ്ങൾ രണ്ടുപേരെ ആ മുറിവിലേക്ക് അങ്ങ് കയറ്റിവെക്കുക. എന്നിട്ട് ഈശോയോട് പറ, ഈ മുറിവിനെ പ്രതി, ഈ ചങ്കിലെ തിരുമുറിവിനെ പ്രതി എൻ്റെ ഭർത്താവിൻ്റെ മേൽ കരുണയായിരിക്കണേ. ഒരു രഹസ്യം അങ്ങനെ ചൊല്ല്. അടുത്ത രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, ഈ ചങ്കിലെ തിരുമുറിവിനെ പ്രതി എൻ്റെ മേൽ കരുണയായിരിക്കണേ. ഈ സഹോദരി ഓരോ പ്രാർത്ഥനയും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ വിടർന്ന മിഴികളോടെ അത് സ്വീകരിച്ചത് ഞാൻ ഓർക്കാൻ. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് വന്നു. ഭർത്താവ് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ തെറ്റ് സംഭവിച്ചു, ഞാൻ തിരുത്തി, ഞാൻ ഏറ്റു പറഞ്ഞു. ഇനി ഒരിക്കലും ആ വഴികളിലേക്കില്ല. എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറയാൻ ഇനി ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇനി ഒരിക്കലും എൻ്റെ കുടുംബം തകരാൻ ഞാൻ അനുവദിക്കില്ല. തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ ആത്മീയ ജീവിതം തകർന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. രണ്ടുപേരും നല്ല രമ്യതയിലേക്ക് വന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ തിരിച്ചു പോയത് ഞാൻ ഓർക്കാൻ. എത്രയോ ജീവിതങ്ങൾ, എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ക്ഷമയുടെ ഒരു വാക്ക്, നമ്മുടെ സ്നേഹത്തോടെയുള്ളൊരു ഇടപെടൽ കാണാൻ കേൾക്കാൻ കൊതിയോടെ നിൽക്കുന്നു. സഹോദര സഹോദരി, നിനക്ക് ചുറ്റുമുള്ള സാവൂളുമാരെ പൗലോസാക്കാൻ, നിന്റെ അരികിലേക്ക് വരുന്ന, നിന്നെ നശിപ്പിക്കാൻ വരുന്ന അലക്സാണ്ടർമാരെ വിശുദ്ധനാക്കാൻ നിന്റെ ഒരൊറ്റ പ്രാർത്ഥന മനസ്സുണ്ടോ? പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് അവരെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ അവർക്ക് വേണ്ടി ന്യായവാദം നടത്തി അവരുടെ ഒപ്പം നിന്നിട്ട് സ്വന്തം സഹോദരനായി സ്വന്തം സഹോദരിയായി കണ്ട് അവരെ സ്വന്തം പോലെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട്, കർത്താവേ ഇവരെൻ്റെ സ്വന്തം, അതിലുപരി നിന്റെ സ്വന്തം, നീ ഇവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അനേകരുടെ മാനസാന്തരങ്ങൾ നിന്റെ പ്രാർത്ഥന വഴിയായിട്ട് സംഭവിക്കും. നിന്റെ പ്രാർത്ഥന വഴിയായി എപ്പോഴെങ്കിലും നിന്നെ വേദനിപ്പിച്ചവരെ ഓർക്കുമ്പോൾ നീ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുവെങ്കിൽ, നീ എപ്പോഴെങ്കിലും ആരെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുള്ളവർ നിന്റെ ഒരു നല്ല വാക്കിന് വേണ്ടിയിട്ട് വരുമ്പോൾ, നിന്റെ ഒരു സ്നേഹത്തോടെയുള്ള ഇടപെടലിന് വേണ്ടിയിട്ട് വരുമ്പോൾ നീ കണ്ടില്ല എന്ന് വെച്ചിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ്. നീ അവരെ മാനിക്കുന്നില്ല എന്നുള്ളതാണ്. നീ അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാതെ, അവരെ നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കയ്യിലുണ്ടായിട്ടും വേണ്ട, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്, അവരുടെ ഒപ്പം നിലകൊള്ളുകയാണ്, അവരെ സ്നേഹിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരു വലിയ അഭിഷേകത്തിലേക്ക് ഇന്നത്തെ ദിവസം നമ്മളെ നയിക്കട്ടെ. ആരെങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും
ആര് എങ്ങനെ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വർഗത്തിൽ നമുക്ക് വലിയ സമ്മാനമുണ്ടെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നല്ല മനസ്സ് നമുക്ക് ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ആ കൃപ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഒരുപാട് സ്നേഹിക്കുന്നവർ, ഞാൻ ഒരുപാട് സഹായിച്ചവർ, സ്വന്തം എന്ന് കരുതി കൂടെ കൊണ്ടു നടന്നവർ എന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്നോട് പെരുമാറുമ്പോൾ, അവരുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ എന്നെ വല്ലാതെ മുറിപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ, എൻ്റെ കരം ഉയർത്തിപ്പിടിച്ച് അവരെ അനുഗ്രഹിക്കാൻ സഹായിക്കണേ ഈശോയെ. സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നൊരു ഹൃദയം എനിക്ക് സമ്മാനിക്കണേ ഈശോയെ. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കുന്നവളായി മാറുവാൻ എന്നെ അഭിഷേകം ചെയ്യണേ ഈശോയെ. അങ്ങനെ എനിക്ക് ചുറ്റിലുമുള്ള അനേകരുടെ മാനസാന്തരങ്ങൾ കാണാൻ, ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വമായി എൻ്റെ ജീവിതം മാറാൻ സഹായിക്കണേ ഈശോയെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.